സമയം 1 മണി 2 മണി ആയപ്പോഴാണ് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. നാളെയാണ് ബലിപെരുന്നാള്. അപ്പൊ എന്തായാലും മോർണിംഗ് കാണാം. ഓക്കേ. ഡ്രസ് ഏത് ഔട്ട്ഫിറ്റ് അടുത്ത് ഗ്രൂപ്പ് കോൾ വന്നപ്പോ ഓടിപ്പോയി ഗൈസ്. എനിക്ക് ഈ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് ഷേപ്പ് ചെയ്യേണ്ട അവസ്ഥ ആയതുകൊണ്ട് തന്നെ അത് ഇടാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. എനിക്ക് ചെറുതായിട്ടൊരു ചെറിയ പനിയും പിടിച്ച്. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാൻ കേട്ടോ. ഇത് കുറച്ച് തിക്കായി അരിഞ്ഞു വെച്ചതും അതുപോലെ ഇത് കുറച്ച് തിന്നായി അരിഞ്ഞു വെച്ചതും ആണ് കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണേ. പിന്നെ നമുക്ക് തക്കാളിയുടെ ആവശ്യമുണ്ട്. നമ്മൾ നല്ലപോലെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒനിയൻ ഇട്ടിട്ട് നല്ലപോലെ എന്ത് ചെയ്യണം, മൊരിച്ചെടുക്കണം. ഈ കാണുന്ന ഒരു പരുവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങോട്ട് കോരി മാറ്റി വെക്കുക. ഇത് നമുക്ക് കുറേ കാര്യത്തിന് ആവശ്യം. നമ്മൾ ബിരിയാണിയിലെ ഓരോ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇത് മെയിനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഉപ്പും മുളപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ ബിരിയാണി അരിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാ റൈസ് ഏതാ നെയിമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ അടുപ്പത്താണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒനിയന് നമ്മൾ വറുത്തെടുത്ത ആ സാധനത്തിന് ആ ഓയിൽ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു, പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തു. ഇത് തിക്കായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് ഇട്ടിട്ടത്. എന്നിട്ട് നല്ലപോലെ അതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക് ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചത്, അതുപോലെ നേരത്തെ ഒനിയൻ മൊരിച്ച് വെച്ചതൊന്ന് പൊടിച്ചെടുത്തത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ. അപ്പം നമ്മളിത് ഓരോന്നായിട്ടാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ മൊരിച്ച ഉള്ളിയാണ് നമ്മൾ ആദ്യം ഇതിലോട്ട് ആഡ് ചെയ്തത്. പിന്നെ ചെറിയ ഉള്ളി പേസ്റ്റ്, അതുപോലെ നമ്മൾ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലോട്ട് പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തു. എന്നിട്ട് അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ അതിലോട്ട് തട്ടിക്കൊടുത്ത് കുറച്ച് മല്ലിയിലായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചിക്കൻ മസാല വേവിക്കാൻ വെച്ചതിൽ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് ആക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ സാധനമില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിലോട്ട് തട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ അടുത്തത് പോകണം കേട്ടോ. അപ്പം അതിലോട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ KFCയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഈ പട്ട ഗ്രാമ്പ് ഏലക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ മേലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാനായിട്ട് വെക്കുക. നമുക്കൊരു നാരങ്ങാനീര് ഫുള്ളും ആവശ്യമുണ്ട് കേട്ടോ. ഈ തിളച്ച വെള്ളത്തിലൂടെ നമ്മൾ റൈസ് ഇടുന്നു. അതിനുശേഷം അത് വേവിച്ചത് പകുതിയോളം വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ലൈം ജ്യൂസ് ഇല്ലേ, ആ ലൈം ജ്യൂസ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. അത് ഇടയ്ക്ക് ക്യാമറ ഇങ്ങോട്ട് വളഞ്ഞും തിരിഞ്ഞാവുന്നത്, നമ്മളൊപ്പം ഷോർട്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ബിരിയാണിയുടെ ഗ്രേവിയും റൈസും പാടെ ലെയേർഡ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ചോറിട്ടു, പിന്നെ അതിലോട്ട് ചിക്കൻ ഇട്ടു, പിന്നെ നമ്മളതിന് മേലെ പിന്നെ കുറച്ച് റൈസ് ഇട്ടു, പിന്നെ ഒനിയൻ ഇട്ടു, മല്ലിയില ഇട്ടു, അങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് നമ്മളതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് നല്ലപോലെ ജാം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് നല്ലപോലെ ടൈറ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളതിന് മേലെ കനലന് അതും തട്ടിക്കൊടുത്തു. അങ്ങനെ നമ്മളെ ബിരിയാണി ഗൈസ്. പിന്നെ തൈര്, ചമ്മന്തി തുടങ്ങിയിട്ട സാധനങ്ങൾ, പിന്നെ നമ്മൾ അച്ചാറ് ഒക്കെ തന്നെ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, എപ്പോഴത്തെയും പോലെ. പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അമ്മ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാപ്പ വരാൻ കുറച്ച് ലേറ്റായ കാരണം വാപ്പാക്ക് പരിപാടി ഉണ്ടായിരുന്നു പള്ളിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ വ്ലോഗ്. ബാക്ക്ഗ്രൗണ്ട് അവർ ശ്രദ്ധിക്കേണ്ട, ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന കഷ്ടപ്പാടാണ്. അപ്പോൾ ഓക്കെ, ബൈ.